ഇപ്പൊ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ കമന്റ് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വന്നു കേട്ടോ. അതിൽ നെഗറ്റീവായിട്ട് ആരും ചോദിച്ചില്ല, അതാണ് എൻ്റെ സന്തോഷം. എല്ലാവരും പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താ? അപ്പോൾ ഞാൻ തന്നെ ഇതിങ്ങനെ ചെറുതിലേ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കണം. നമ്മൾ എന്താണ്, നമുക്ക് എവിടെയെങ്കിലും തിരുത്ത് വേണോ, നമ്മൾ മറ്റുള്ള ഒരാളെ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമല്ലോ, അവർ ചെയ്തത് ശരിയോ തെറ്റോ, അവർക്ക് അങ്ങനെ പോയാലെന്താ ഇങ്ങനെ പോയാലെന്താ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം പുറമെ നിന്നിട്ട് ഒരാൾ നോക്കി കാണും വിധം നമ്മളെ തന്നെ ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കണം. ഈ ഒരു കാര്യം ദൈവസഹായം കൊണ്ട് ഞാൻ ചെറുതിലേ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എന്നെ തന്നെ എപ്പോഴും ഇങ്ങനെ നിരീക്ഷിക്കും, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ. എപ്പോഴും ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഭയങ്കര ബോധമാണ് എനിക്ക് എന്നെ തന്നെ ഭയങ്കര സ്നേഹമാണ്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഈ രണ്ട് കൈകളെ ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഈ രണ്ട് കൈകളാണ്. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ രണ്ട് കൈകളും ഭയങ്കര സ്നേഹത്തോടെയാണ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മളിലുള്ള എന്തെങ്കിലും ഒന്നിനെ സ്നേഹിച്ചാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊന്നുമല്ല, ഞാൻ എങ്ങനെയാണ് ചെറുതിലെ ഉള്ള എൻ്റെ ഒരു ശീലങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ പറയാം. കാരണം എനിക്ക് ഈ പ്രകൃതിയുമായിട്ട് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രകൃതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിനും എഫക്റ്റ് ചെയ്യും, ശരീരത്തിനും എഫക്റ്റ് ചെയ്യും. അത് കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ അത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള വിഷമമായിട്ട് മറ്റൊരാളെ കേസിൽ നമ്മളതൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടമായിട്ടോ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു ദുരനുഭവമായിട്ടോ ഒക്കെ ചിന്തിക്കായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടിയ സംഭവങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. കാരണം എന്നെ അമ്മ പ്രസവിച്ച് ഒരു 9 മാസം മുതൽ എനിക്ക് ശ്വാസം മുട്ടൽ, ആസ്മയുടെ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏജ് തൊട്ട്, കുഞ്ഞു വാവയല്ലേ ആ സമയത്ത്, അപ്പോൾ ഒക്കെ ആൾക്കാർക്ക് നമ്മൾ ഭയങ്കര കൂടുതൽ കെയർ കൊടുക്കുമല്ലോ. ചെറിയ വാവയായിരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടല്, അതും എൻ്റെ ആസ്മ എന്ന് പറയുന്നത് ഞാൻ ബ്രീത്ത് എടുക്കുന്നത് മറ്റൊരാൾക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ല. എനിക്കത് നല്ല ഓർമ്മയാണ്. കാരണം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ബ്രീത്ത് വലിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിക്കുന്ന സമയത്താണ് നമ്മളെ വാരിയെല്ലുകളൊക്കെ ഇങ്ങനെ മുറുകി വലിയും. വേറെ എന്തെങ്കിലും ഒരു പണിയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം നിർത്തി വെക്കാം അല്ലേ, ക്ഷീണം പിടിക്കുമ്പം. ഇതെനിക്ക് വയറൊക്കെ കടയുന്നാണോ, ക്ഷീണം പിടിക്കുന്നതിനാണ് കേട്ടോ. അങ്ങനെ പറയുമോ നിങ്ങൾ? എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറയും കേട്ടോ. നമുക്ക് കൈ കടച്ചിലെടുക്കുന്നു അങ്ങനെ പറയൂലേ, അതേപോലെ ഈ ശ്വാസം അങ്ങനെ കഷ്ടപ്പെട്ട് വലിക്കുമ്പോൾ വയറിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. പക്ഷെ ഇത് നിർത്തി വെക്കാൻ പറ്റൂലല്ലോ, ഇത് ശ്വാസം കിട്ടാണ്ട് ഇതാവൂലേ. അപ്പം നമ്മൾ ഉറങ്ങാതെ രാത്രിയൊക്കെ ഇരുന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഏജ് തൊട്ട് എന്നെ എല്ലാവരും ഒരു രോഗി എന്നുള്ള രീതിയിലാണ് പരിഗണിക്കുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും. എൻ്റെ അമ്മയുടെയൊക്കെ അന്നത്തെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് അമ്മ ഇങ്ങനെ പറയും, അത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ എല്ലാവരും ഒരു വാക്ക് പറയല്ലേ, നീ ഒരു അമ്മയാവുമ്പോഴാണ് നിനക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും, അതെന്തിനാ അമ്മയാവണം എന്നുണ്ടോ? നമുക്കിപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ഇങ്ങനെ ഒരു മോളിങ്ങനെ, അല്ല എന്ത് കാര്യമായിക്കോട്ടെ. അപ്പം ഞാൻ വിചാരിക്കും അത് നമുക്ക് മനസ്സിലാവൂലേ. പക്ഷേ അങ്ങനെ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയായപ്പോഴാണ് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി, നമ്മൾ അന്ന് ഉൾക്കൊണ്ടതല്ല ശരിക്കും കാര്യം. ചില കാര്യങ്ങൾ അനുഭവിച്ച് എന്നെ അറിയേണ്ടതുണ്ട് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അതേപോലെ എൻ്റെ അമ്മ, എൻ്റെ ആ ഒരു അസുഖം 14 വയസ്സ് വരെയാണ് എനിക്ക് ഈ ആസ്മ രോഗം വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എനിക്കിങ്ങനെയാണ്, അതുകൊണ്ട് എവിടെ പോയാലും എനിക്കൊരു പരിഗണന എന്ന്. പക്ഷെ ഒരു രോഗി എന്നുള്ള രീതിയിലാണ് എല്ലാവരും മാറ്റി നിർത്തുക കേട്ടോ. എനിക്ക് കുഞ്ഞില് മുതൽ ഇങ്ങനെ ഒരു ആസ്മ രോഗം എന്നുള്ള അത് 14 വയസ്സ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റൂല മീൻസ് അറ്റൻഡൻസ് ഉള്ള ദിവസത്തെക്കാട്ടി കൂടുതലായിരിക്കും ഞാൻ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത്, മഴക്കാലത്തൊന്നും എന്നെ സ്കൂൾ വിടുകയില്ല അങ്ങനെ. അപ്പം ഒരിത്തിരി തണുപ്പ് തട്ടുമ്പോഴേക്കും ആസ്മ വരിക. അങ്ങനെ ഒരു പ്രത്യേക പരിഗണനയിൽ ഇങ്ങനെ വളരുമ്പോൾ എന്താന്ന് വെച്ചാൽ, മഴയുള്ളത് പോട്ടെ, മഴക്കാലം ആ സീസൺ ആകുമ്പോഴല്ലേ. അതല്ലാതെ ചൂടുകാലത്താണെങ്കിലും
മാസത്തിലൊക്കെ വാവ് വരുമല്ലോ, വാവ് ദിവസം, അമാവാസി, അങ്ങനെ കറുത്ത വാവ് ദിവസമൊക്കെ. അപ്പൊ എനിക്ക് ഈ ഒരു ശ്വാസം മുട്ടൽ അധികരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ ആദ്യം തന്നെ കലണ്ടറൊക്കെ നോക്കിയിട്ട് ഇവക്ക് ഇന്ന് പോകാൻ പറ്റും, ഇന്ന് പോകാൻ പറ്റൂല, അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ആവുകയാണ്, ഇന്ന ദിവസം എനിക്ക് അസുഖം വരും എന്നുള്ളത്. ആ ഒരു ചിന്ത ശരിക്കും അത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന വരും എന്നുള്ളത് എൻ്റെ മനസ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസം എനിക്ക് ഈ അസുഖം വരും, അതുപോലെ തന്നെ അന്നത്തെ ദിവസം എനിക്ക് ആ ഒരു അസുഖം വരും കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ കുറേ ദിവസം സ്കൂളിൽ പോവാത്ത ദിവസങ്ങളാണ് കൂടുതലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഈ പകൽ സമയത്ത് വീടിനടുത്തുള്ള കുട്ടികൾ ആരും ഉണ്ടാവില്ല, കളിക്കാൻ ആരും ഉണ്ടാവില്ല. ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കാൻ ആൾ വേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്, ഫോണോ ടാബോ അല്ലെങ്കിൽ ടിവിയോ അല്ലെങ്കിൽ കളിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വീടിനുള്ളിലുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ട് വേണം. അതാണ് പണ്ട് നമ്മൾ പന്തല് കെട്ടി കളിക്കുക, ചോറും കൂട്ടാനും വെച്ച് കളിക്കുക, ചിരട്ട, ഇല, മീൻ വിറ്റ് കളിക്കുക, അങ്ങനത്തെ കളികളൊക്കെ അല്ലേ കൂടുതൽ കളിക്കുന്നത്. അപ്പൊ എല്ലാവരും സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് മാത്രം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട്ടില് ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മമ്മയുടെ കൂടെയാണ് കേട്ടോ. അമ്മമ്മേൻ്റെ കൂടെ ഞാനും അമ്മമ്മയും മാത്രമേ ആ സമയത്ത് പകൽ സമയത്ത് അധികവും വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അമ്മമ്മേൻ്റെ ജോലികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പിന്നീട് എൻ്റെ ചിന്തകളൊക്കെയും ഈ ഭൂമി അവസാനിച്ചാൽ എന്താണ്, ഈ സൂര്യൻ്റെ അപ്പുറത്ത് എന്താണ്, ഇത്തരം കാര്യങ്ങൾ എനിക്ക് 100,000 സംശയങ്ങളാണ്. ഇത് എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ ആരുമില്ല. അപ്പോൾ ഞാൻ ഈ കളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു പറങ്കിമാവുണ്ട് കേട്ടോ. ഇത് നേരിട്ട് എന്നെ അറിയുന്നവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടാവും, പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവും ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. അപ്പൊ വലിയ പറങ്കിമാവ്, ആ പറങ്കിമാവ് ശരിക്കും ഒരു 3 വീട്ടിലേക്ക് തണലായിട്ട് അങ്ങനെ കിടക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും എത്താത്ത രീതിയിലുള്ള നല്ല തടിയുള്ള കുറേ തണലുള്ള ഒരു പറങ്കിമാവ്. അതിൻ്റെ ചുവട്ടില് ഞാൻ ഒന്നുകിൽ ഒരു മാമൻ്റെ, അധികവും മാമനായിട്ടാണ് കൂട്ട്, ഷിനുമാമനായിട്ട്. അപ്പൊ മാമനാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഗുരു. കാരണം ഞാൻ സ്കൂളിൽ പോവാത്തതുകൊണ്ട് തന്നെ എൻ്റെ പേര് എഴുതാൻ വേണ്ടി പഠിപ്പിച്ചത് മാമനാണ് കേട്ടോ. അങ്ങനെ അക്ഷരങ്ങളൊക്കെ എനിക്ക് തന്നത് മാമനാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ട് മാമൻ്റെ ഒരു മുണ്ടെടുത്തിട്ട്, മുണ്ട് അല്ലെങ്കിൽ ലുങ്കി എന്താ നിങ്ങൾ പറയാ, ആ മുണ്ടെന്ന് പറയാതിരിക്കുവോ, എന്തൊക്കെയോ പൊട്ടതരം. ആ മുണ്ട് ഇങ്ങനെ മണ്ണിൽ വിരിക്കും, വെറും മണ്ണിൽ വിരിക്കും. എന്നിട്ട് അതിനകത്താണ് ഇരിക്കുന്നതും കിടക്കുന്നതും കളിക്കുന്നതും ഒക്കെ ആ മണ്ണിലാണ്. അപ്പോൾ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ബുക്സും അതെല്ലാം വാരി ഈ മുണ്ടിൽ വിരിച്ചിരിക്കുന്ന മുണ്ടിൽ വെക്കും. എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം, എനിക്ക് കഴിക്കാനുള്ള ഫുഡാണെങ്കിലും അതിൽ കൊണ്ടുവെക്കാം. ഇതിലിരുന്നിട്ടാണ് എൻ്റെ എന്താ പറയുക വൈകുന്നേരം വരെ ഞാൻ സമയം ചെലവഴിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പം അതിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കും, അതായത് മരത്തിൻ്റെ ചുവട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ മരത്തിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആ സമയത്ത് ആരും കൂടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ അന്ന് ചിന്തിച്ച ഒരു കാര്യമാണ്, ഈ മരത്തിനൊന്നും എക്സ്പയറി ഡേറ്റ് ഇല്ലാലോ, ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുമ്പം നമ്മൾ മനുഷ്യരൊക്കെ ഒരു ഏജ് ആവുന്ന സമയത്ത് ഏത് ജീവിയാണെങ്കിലും അങ്ങനെ മരിച്ചു പോവുക, അങ്ങനെ ഒരു എക്സ്പയറി ഉണ്ടല്ലോ. പക്ഷെ ഞാൻ വിചാരിക്കാം, ഈ മരങ്ങളൊക്കെ എത്ര കാലമാണ് ജീവിക്കുന്നത്? മനുഷ്യന്മാരെങ്ങാനും ഇടപെട്ടിട്ട് അതിനെ വെട്ടി മാറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു വരൾച്ച വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലാതെ ഒരു മരം എത്രയോ വർഷങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കിട്ടുകയാണെങ്കിൽ ഈ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. ഇതൊക്കെയാണ് ഞാൻ ആ ഒരു സമയത്ത് ഈ മരത്തെ നോക്കിയിട്ട് ചിന്തിക്കാം. പിന്നെ ഒരു ചില കാലത്ത്, അതായത് അതൊക്കെ കുറേ കാലം എടുത്താണ് മനസ്സിലാവുന്നത്, ചില സമയത്ത് മാത്രം കുറച്ചധികം കിളികൾ വരും. ഈ കിളികൾ പലതരത്തിൽ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ഇതിനോടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു കുയിലൊക്കെ വരുന്ന സമയത്ത് അതൊരു കൂവല് കൂവും, നമ്മൾ കൂവും, കുറേ പ്രാവശ്യം കൂവിയ പിന്നെ കുയിൽ മിണ്ടാതെ നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞ് നമ്മൾ കൂവുന്നോ നോക്കുക. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയാണ് കേട്ടോ. കുയിൽ നോക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ കൂവോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും, കുയിലും മിണ്ടാതെ നിൽക്കും. എന്നിട്ട് പിന്നെ കുയിൽ കൂവുന്നത് ഒരു മെല്ലെ, നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ മെല്ലെയാണ് കൂവ. പിന്നെ നമ്മൾ തിരിച്ചു കൂവി കഴിഞ്ഞാൽ പിന്നെ ദേഷ്യത്തോടെ ഇങ്ങനെ കൂ കൂ പറഞ്ഞിട്ട്
അങ്ങനെ ഇവരോടൊക്കെയാണ് ഞാൻ കളിക്കുന്നത്. അപ്പൊ ഈ പക്ഷികളെ സൗണ്ട്, അവരെ ഓരോരോ ശീലങ്ങൾ ഉണ്ടാവുമല്ലോ. മരത്തിൽ എല്ലാ പക്ഷിയൊന്നും ഒരുപോലെയല്ല. അപ്പോൾ നമ്മൾ കാക്കേനെയൊക്കെ പേരിട്ട് വിളിക്കാൻ തുടങ്ങിട്ടോ. ഓരോരോ കിളികളെ ഓരോരോ പേരൊക്കെ കൊടുക്കും. പക്ഷെ പിന്നെ പിന്നെ ഉണ്ടല്ലോ, ഇവരെ ഈ പേര് വിളിച്ചാൽ ഇവർ വരും, നമ്മളോട് പേടിയില്ലാതെയായി. ഈ മൈനയൊക്കെ നമ്മളോട് അങ്ങനെ അടുക്കാത്ത പക്ഷികളല്ലേ. പക്ഷെ ഞാനൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ഇവർക്ക് എന്നെ പേടിയില്ലാണ്ടായി. ഞാനിരിക്കുന്ന മുണ്ടിലേക്കൊക്കെ വരും. പക്ഷെ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ പറന്നു പോവെങ്കിലും കുറച്ചു നേരം അവരും അവിടെ ഇരിക്കും, ഞാനും. അപ്പൊ ഞാൻ എന്താ പറയും, എൻ്റെ ഫ്രണ്ട് ഇതാണ്, എന്നിട്ട് ഞാൻ മൈനയോട് സംസാരിക്കാം. ശരിക്ക് കാണുന്ന ഒരാൾക്ക് അതൊരു ഈ കുട്ടിക്ക് വട്ടാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കും. ഈ മൈനയെ കാണാന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങ് കാണലല്ല, അതിന്റെ കണ്ണിന്റെ ഭംഗി, കണ്ണെഴുതിയതുപോലെയുള്ള കണ്ണ്, അങ്ങനെ അതിന്റെ രോമോ, അതിനെയൊക്കെ അടുത്തറിയാൻ പറ്റാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത്. ദേശാടന കിളികൾ ഇങ്ങനെ വന്നിട്ട് ഒരു കാലത്ത് മാത്രം വരിക, പിന്നെ അവരങ്ങ് പോവും. അപ്പൊ എനിക്ക് സങ്കടമാണ് ഈ ഒരു പോകുന്ന സമയത്ത്. അങ്ങനെ ഓരോ പക്ഷീനോടും ഇലകളോടും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന പൂത്ത് നിൽക്കുന്നതൊക്കെ ഉണ്ടാവും, പറങ്കി മാങ്ങേന്റെ. അപ്പൊ അത് ഞാൻ താഴത്ത് വീണ പോലെ ചില പൂത്തത് നമ്മളെ മേത്ത് താഴെ വീകുമ്പോൾ അയ്യോ നിനക്ക് ഭാഗ്യമില്ല കേട്ടോ, നീ പോയി. അങ്ങനെ ഇവരോട് അടുത്തിടപഴകി. പിന്നെ ഞാൻ പറയുന്നത്, ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഏജ് ആണെങ്കിൽ പോലും അനുഭവിച്ചറിയാൻ പറ്റേണ്ട ഒരു കാര്യം, അത് ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഈ മുണ്ട് മണ്ണി വിരിച്ചിട്ടുണ്ടല്ലോ, ആ മണ്ണില് നമ്മൾ കിടക്കുക, കമിഴ്ന്ന് കിടക്കുക പറ്റുമെങ്കിൽ. എന്നിട്ട് നമ്മൾ ഈ മുഖവും ആ മണ്ണും തമ്മിൽ ചേരുന്നൊരു ആ ഒരു മൊമെന്റ് നമുക്ക് ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ച് കിടക്കുന്ന ഒരാൾക്ക് കേട്ടോ. ചുമ്മാ കിടന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഈ തണുത്ത മണ്ണില് നമ്മളൊരു മുണ്ടോ എന്തെങ്കിലും വിരിച്ചിട്ട് അങ്ങനെ കിടക്കുമ്പോൾ ഈ മണ്ണ് നമുക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടാക്കും. അതിലിങ്ങനെ ആ ഒരു സുഖം അത് അനുഭവിച്ചറിയേണ്ടതാണ്. ഞാൻ ശരിക്കും ചോദിക്കാം, ഈ വീഡിയോ കാണുന്ന അല്ലെ ഞാനിപ്പോൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ആ ഒരു ഫീൽ അറിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. നമ്മൾ പ്രകൃതിയോട് അടുക്കാനുള്ള ഒരു വഴിയായിട്ടാണ് എനിക്കത് തോന്നിയത്. ഈ മണ്ണില് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മക്കൾ എത്ര പേര് ഈ മരത്തെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കും. പണ്ട് നമ്മൾ ഒളിച്ചു കളിക്കുന്നത് മുറ്റത്തു നിന്നാണ്. അപ്പം മാവും പ്ലാവും ഒക്കെ നമ്മൾ പാഞ്ഞ് കയറിയിട്ടും കെട്ടിപ്പിടിച്ചിട്ടൊക്കെ നമുക്ക് ഇതിനോടൊക്കെ ഒരു എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു വ്യക്തിനെ തന്നെയാണെങ്കിൽ പോലും നമ്മൾ ദൂരെ നിന്ന് സംസാരിക്കുന്നതും അവരെ നമ്മളോട് കൂടുതൽ അടുത്തതിന് ശേഷം നമ്മൾ സ്നേഹത്തോടെ ഒന്നിങ്ങനെ ആലിംഗനം ചെയ്യുന്നതും ആ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അത്രയും കാലം സംസാരിച്ച് അറിഞ്ഞ ഒരു ഫ്രണ്ടാണ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത്, ഇപ്പം അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ സ്നേഹം ഉണ്ടാവും. പക്ഷേ ഓരോന്ന് ഇങ്ങനെ പിടിക്കുകയാണ്. ആ പിടിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നുണ്ട് അല്ലേ. അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ തന്നെ. അതേപോലെ ഈ മരങ്ങളെ നമ്മൾ ദൂരത്തുനിന്ന് കാണുന്നുണ്ട്, മണ്ണിനെ കാണുന്നുണ്ട്. പക്ഷെ ഇതിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു ഫീല്, നിങ്ങളൊക്കെ ഇത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ അന്ന് അനുഭവിച്ച് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒരു മരത്തിനെ ഒന്ന് അങ്ങനെ, ഇനിയിപ്പോ രാവിലെ പോയി ഒരു മരത്തിനെ കെട്ടിപ്പിടിക്കുന്നു, ഇവന്റെ തലയ്ക്ക് ഓളാണ് എന്ന് പറയും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഒരു മരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുക, ആരും അറിയണ്ട. നമ്മൾ ഈ മരത്തിനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ടേ നമ്മളെ മുഖം ഒന്ന് ഇങ്ങനെ മരത്തിലേക്ക് ചാരി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു നിമിഷത്തെ റിയലൈസ് ചെയ്താൽ മതി. അതൊരു അനുഭവമായിരിക്കും. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ദൈവം പലതും തരുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ അതിനെ നിരീക്ഷിച്ചോണ്ടിരിക്കും. അപ്പൊ അവർക്ക് അതിൽ എന്തൊക്കെയോ മനസ്സിലാവും. ചില ആളുകൾ എല്ലാവർക്കും ബ്ലെസ്സിങ്സാ, പക്ഷെ അതിനെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതിനെങ്ങനെയാണ് കാര്യം എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കാത്തതുകൊണ്ടാണ് പലതും നമ്മളെ ജീവിതത്തിൽ മിസ്സായി പോകുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര മിറാക്കിളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഒരു ചെയിന് പോലെയൊക്കെ കണക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഓർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലതും നമുക്ക് അനുഭവങ്ങൾ, നല്ല മെമ്മറീസ് ഒക്കെ പോയി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 കാര്യങ്ങളാണ്. ഈ മണ്ണിൽ നമ്മൾ മുഖം ചേർത്ത് കിടക്കുക എന്നുള്ളത്, പിന്നെ അതേപോലെ മരങ്ങള്, ചെടികള്, ഇലകള്, ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ചേർത്ത് വെക്കുക എന്നുള്ളത്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്.
പ്രകൃതിയോട് അടുക്കുക എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, പ്രകൃതിയെ സംരക്ഷിക്കുക അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാനൊരു പ്രകൃതി സംരക്ഷക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിട്ട് നടക്കുന്ന ഒരാളൊന്നല്ല. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പോഴും എനിക്ക് വലുതായിട്ട് ഒരു മരം മുറിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, ഒരു എരിച്ചിലോ പുകച്ചിലോ അതൊക്കെ പോലെയാണ്. ഞാൻ ആ മരത്തിനൊരു ജീവനുണ്ട്, അതിന് ചിന്തിക്കാൻ കഴിവുണ്ട് എന്ന രീതിയിലാണ് അതിനെങ്ങനെ വെട്ടുന്ന സമയത്ത് ഇത്രയും കാലം അതിങ്ങനെ നിന്നതല്ലേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് സാക്ഷിയായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുക കേട്ടോ. ഒരു മരം മുറിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് വരിക. അപ്പം എനിക്ക് വിഷമാവും. അതേപോലെ തന്നെ ഇപ്പൊ ഞാനൊരു അനുഭവം ഈ വലുതായതിനു ശേഷമുള്ള കാര്യം പറയാം. ഞാനും എൻ്റെ കോളേജിൽ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ ഇതിൽ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എൻ്റെ കൂടെയുള്ള സാർ ലിജോ സാറെ കൂടെ ഞാൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ കോളേജിലേക്ക് നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു കുഞ്ഞിക്കിളി മീൻസ് പ്രാവായിരുന്നു, ഏതാ പക്ഷിന്ന് എനിക്ക് ഓർമ്മയില്ല, കുഞ്ഞാണ്, മെച്ചുവേർഡ് ആയിട്ടുള്ളതല്ല. അപ്പം അതിൻ്റെ ചിറകിനെന്തോ പറ്റിയിട്ട് റോഡിൽ വണ്ടി പോകുന്ന അതിൻ്റെ ഇത്തിരി ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കിടന്നിട്ട് അതിന് പറക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, അതിന് ജീവനുണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ സാറെ കൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അതിനെ അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റുന്നില്ല എനിക്ക്, കാരണം അതിപ്പോൾ അതിനെന്തോ ചെറിയൊരു അപകടമേ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അത് പറക്കാൻ അറിയാത്തതുകൊണ്ടാണ്, അത് കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് റിക്കവർ ആവുമല്ലോ. ഇതൊക്കെയാണ് എൻ്റെ ചിന്ത. അപ്പം ഞാൻ പറഞ്ഞു, സാർ അതിനെ എടുത്തിട്ട് മാറ്റിക്കോ. സാറ് പറഞ്ഞു, ഇത്രയും ജനങ്ങളുള്ള ഈ റോട്ടിൽ ഇതാണോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. കാരണം അത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. ഒഴിവ് സമയങ്ങളിൽ അറിയാലോ, സ്കൂളിൻ്റെയും കോളേജിൻ്റെ ഒക്കെ മുന്നിലുള്ള തിരക്ക് അറിയാലോ. അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ ചെയ്യില്ല, പോരെ നമുക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു, അതിനെ എടുത്തു വെക്കാണ്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞിട്ടോ. കാരണം എനിക്കിതിനെ പിടിക്കാൻ പേടിയുണ്ട് കേട്ടോ, കൊത്തിക്കളയോ എന്നുള്ള. അങ്ങനെ ഞാൻ വാശി പിടിച്ച് ഞാൻ മുന്നോട്ട് നടന്നില്ല. ഞാൻ പറഞ്ഞു, സാർ അതിനെ എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, അല്ലാണ്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ സാറും ഞാനും കൂടെ പോയി ആ പക്ഷീനെ എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് എന്നതിന് ശേഷമാണ് പോയത്. പക്ഷെ അതിൻ്റെ പേരിൽ കുറേ ഭ്രാന്തത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ചിലപ്പോൾ ആ കുഞ്ഞി സമയത്ത് ഞാൻ ഇവരോടൊക്കെ അടുത്തിടപഴകിയല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് അതിനോടുള്ള ആ ഒരു അങ്ങനെ ഇട്ട് പോരാൻ പറ്റാത്തത്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ മക്കൾക്ക് പ്രകൃതിയോട് ഒരടുപ്പവും ഇല്ല. എല്ലാ മക്കളെയും അല്ല കേട്ടോ പറയുന്നത്, ഭൂരിഭാഗം കുട്ടികൾക്കും ഒരടുപ്പവും ഇല്ല. പ്രകൃതി എന്താണെന്ന് അറിയണം അവർ. ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും, മോനൊന്ന് മണ്ണ് കളിക്കും കേട്ടോ. രണ്ടുപേരും കളിക്കും നന്നായിട്ട്, മേല് മുഴുവൻ ചളിവാരി തേച്ചിട്ടൊക്കെയാണ് വരിക. അപ്പോൾ അതിനൊരു സമയം നമ്മൾ കൊടുക്കണം. അപ്പം ഇവർ മണ്ണ് കളിക്കും. ഞാൻ പറയും, കണ്ണാ മരത്തോടൊക്കെ സംസാരിച്ച് നോക്കുക, അത് തിരിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അമ്മ എന്താ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളെങ്കിലും കുറച്ച് നേരം ഈ ഒരു ഫോണിൽ നിന്നും ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് മുറ്റത്ത് ഓരോന്നും കാണിച്ചു കൊടുക്കുക. ഒരു പൂ വിരിയുന്നത്, അതിൻ്റെയൊക്കെ ഒരു കൗതുകം ഇവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും പറ്റുന്നവർ ഒരു ദിവസമെങ്കിലും കുട്ടികൾക്ക് ഈ ഒരു അവസരം കൊടുക്കുക. ഞാനൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പകൽ ഉറങ്ങാൻ പറ്റൂല കേട്ടോ. പകൽ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഹൈസ്കൂളാണോ UP ആണോ എന്ന് ഓർമ്മയില്ല, ആ സമയത്തൊക്കെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ഉച്ച ഉറക്കമുണ്ട്. ആ ഉച്ച സമയത്ത് ആരും ഉണ്ടാവില്ല, വീടിന് ചുറ്റിലും ആരുമില്ല, എല്ലാവരും ഉറങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീടിനകത്ത് എന്തെങ്കിലും ഒരു പണി, ഒരു നിശബ്ദതയാണ് ആ സമയത്ത്. അപ്പം ഞാൻ ഉറങ്ങൂല കേട്ടോ. ഞാൻ വിചാരിക്കും, ഈ രാത്രി നമുക്ക് ഉറക്ക് വേണം ആരോഗ്യത്തിന്. അപ്പോൾ പകൽ സമയത്ത് ഞാനിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ മരങ്ങളെ കാണാൻ പറ്റുമോ, ഈ ഇലകൾ കാണാൻ പറ്റുമോ, പക്ഷികളെ കാണാൻ പറ്റുമോ, ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാണ്ട് കുറേ സമയത്തേക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല. മരിച്ചു കിടക്കുന്നതിന് തുല്യം നമ്മൾ കുറേ സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ പകല് ഞാൻ ഉറങ്ങാറില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഉറങ്ങാതിരിക്കുമ്പോൾ എനിക്ക് കുറേ സമയം കിട്ടും. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നി ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ സ്റ്റാർ തൂക്കുമല്ലോ, അപ്പം നമ്മളത് വാങ്ങൂല, സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അതായത് ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു തവണ ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അവർ അവിടെ ഇടും. പക്ഷെ ഇത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നിട്ട് പെർഫെക്റ്റ് ഒരു സ്റ്റാറായി വന്ന് അത് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കത്തുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴേ അവർക്ക് ആ ഒരു സന്തോഷം കിട്ടുമല്ലോ. പിന്നെ അതുപോലെ ഈ എന്ത് വേസ്റ്റ് കണ്ടു കഴിഞ്ഞാലും അതെടുത്തു വെക്കും, എന്തെങ്കിലും ഇതിനെ കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിൽ എടുത്തു വെക്കും. ഈ കമ്പിത്തിരീൻ്റെ കമ്പി വരെ ഇല്ലേ, കത്തിച്ചു കഴിഞ്ഞാലുള്ള കമ്പിത്തിരീൻ്റെ കമ്പി കൊണ്ട് ഞാൻ ഈ
നമ്മളെ അംബ്രല്ല, അത് പിന്നെ മരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് പിടിപ്പിച്ചിട്ടൊക്കെ ചെയ്യും. മണ്ണ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുക, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കും. എന്തൊരു വേസ്റ്റ് സാധനം കിട്ടിയാലും അത് ശേഖരിച്ച് വെച്ച് അതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ചിത്രം വരയ്ക്കും. അതായത് ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും. പഠിച്ചിട്ട് ചിത്രരചന പഠിക്കാൻ പോയ കുട്ടികളുടെ അടുത്തുനിന്ന് വരെ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അഹങ്കാരത്തോടെ അല്ല, ഞാൻ അങ്ങനെ പറയാണ്. എന്നെ അറിയുന്നവരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അറിയാം സംഭവം. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ നിന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ചിത്രരചന ഉണ്ടോ, എന്താ മത്സരം എന്നൊന്നും നോക്കൂല. ഇപ്പം മത്സരം ഉണ്ടോ, ഓ ഞാൻ വരാലോ. അവിടെ പോയതിന് ശേഷമാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കുക. കാർട്ടൂൺ എന്താണെന്ന് എനിക്കറിയില്ല. കാർട്ടൂൺ മത്സരം ഉണ്ടെന്ന് കേട്ടപ്പോൾ അതിൽ പോയി പേര് കൊടുത്ത് അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ അവിടെ റൂമിൽ നിന്നാണ് അബ്ദുറഹ്മാൻ സാറോട്, അതായത് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അബ്ദുറഹ്മാൻ സാറോട് ചോദിച്ചു, സാർ കാർട്ടൂൺ എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞുതരും. സാറ് ഇത് അറിയാണ്ടാണോ മത്സരത്തിന് വന്നത്? ഞാൻ പറഞ്ഞാൽ സാറേ എനിക്കറിയില്ല. അപ്പോൾ സാർ എനിക്ക് കാകദൃഷ്ടി എന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ ഒരു സംഭവം കാണിച്ചു തന്നു. ഇതാണ് കാർട്ടൂൺ, ഇങ്ങനെ ഒരു ഫലിതം വെച്ചുകൊണ്ട് വരയിലും ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ സാറ് അന്ന് തന്ന വിഷയം എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. ഇതാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയ കാർട്ടൂണിൻ്റെ ടോപ്പിക്. ആ ചിത്രം ഞാൻ വരച്ചു. എങ്ങനെയാ വെച്ചാൽ മത്സരിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ അത് ഫസ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് അത് അറ്റൻഡ് ചെയ്യണം, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പം എ ഗ്രേഡോട് കൂടി ഫസ്റ്റ് ബിൻസി. ഓക്കെ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതാണ്, നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ അതങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വേണം. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ പല സ്ഥലത്തും നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകും കേട്ടോ. അറിയണമെന്നില്ല, അവിടെ പോയിട്ട് അറിഞ്ഞാലും മതി. നമ്മളെല്ലാത്തിലും ഇറങ്ങി ചെന്നാലാണ് അതെന്താണെന്ന് അറിയുള്ളൂ. നമുക്ക് പറ്റിയതാണോ പറ്റാത്തയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മളെ കഴിവ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതേപോലെ കഥ എഴുതുക, കവിത എഴുതുക, ചിത്രരചന, ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒഴിവ് സമയങ്ങൾ അതെന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം, അന്നത്തെ കാലത്ത് നമ്മളെ വീട്ടിൽ മാത്രമാണ് TV ഇല്ലാത്തത്. TV ഞങ്ങൾക്ക് ഇപ്പോൾ അമ്മയും ഞാനും ചേച്ചിയും ഇതാണ് ഞങ്ങളെ വീട്ടിലുള്ള ആളുകൾ. അപ്പോൾ ഞങ്ങൾ TV ആവശ്യപ്പെട്ടില്ല. അച്ഛൻ അവിടെ വാങ്ങി വെച്ചിട്ട് പോലും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അച്ഛനാണ് പറഞ്ഞത്. കാരണം അന്ന് ആ ഒരു ചെറിയ ബുദ്ധിയിലേ തോന്നിയിട്ടുണ്ട്, ഈ TV വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് സമയം അതിലേക്ക്, നമ്മളെ സമയം, വിലപ്പെട്ട സമയം TV അപഹരിച്ചു പോകും എന്നുള്ളൊരു ആ ഒരു ചിന്ത അപ്പോഴേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് TV സത്യമായിട്ടും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും പറയും, ഈ നാട്ടിൽ TV ഇല്ലാത്ത വീട് ഓക്കെ രവിൻ്റെ വീടാണെന്ന്. കാരണം ഞങ്ങളെ വീട്ടിൽ TV ഇല്ല, സത്യമായിട്ട് പറയാം. അതിൽ ഞങ്ങൾക്കൊരു കുറച്ചിൽ തോന്നിയില്ല. പലരും TV വീട്ടിൽ വെക്കുന്നത് അത് ഇല്ലെങ്കിൽ എന്തോ ഒരു എല്ലായിടത്തും TV ഉണ്ട്, നമ്മളെ വീട്ടിൽ TV ഇല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പാട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൻ്റെ സംഭവം അന്നത്തെ കാലത്ത് ഹോം തിയേറ്ററൊക്കെ വാങ്ങി അച്ഛൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛനാണേലും അമ്മയാണേലും ഞാനാണെങ്കിലും ഒക്കെ പാട്ടിന് അഡിക്റ്റാണ് കേട്ടോ. അപ്പോൾ ഫുൾ ടൈം വീട്ടിലിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. പാട്ടും ആസ്വദിക്കുമ്പം അതിനകത്തുള്ള കുഞ്ഞി കുഞ്ഞി സാധനങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. അതായത് മ്യൂസിക്കിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ, അങ്ങനെയാണ് പാട്ട് ആസ്വദിക്കുക. അപ്പോൾ ഈ പാട്ടുണ്ടെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്നുവെച്ചാൽ TV ആണെങ്കിൽ നമ്മൾ അതിങ്ങനെ നോക്കിയിരുന്നിട്ട് ആ സമയം അവിടെ പോവുകയാണ്. പക്ഷെ പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എൻ്റെ വീട്ടിൽ TV ആദ്യമായിട്ട് കയറി വന്നത് ഞാൻ പറഞ്ഞുതരാം, 2015 അതെ 2015 എൻ്റെ മോൻ ജനിച്ചതിന് ശേഷമാണ് അച്ഛൻ TV കൊണ്ടുവന്നത്. കാരണം ബാഹുബലി സിനിമ ഞങ്ങൾ ആ TV കണ്ടത് വീട്ടിൽ വെച്ചിട്ട്. അതുവരെ ഞങ്ങളെ വീട്ടിൽ TV ഇല്ല കേട്ടോ. അത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഒരു ആസ്മ രോഗം, ഈ 14 വയസ്സ് വരെയുള്ള എൻ്റെ ആസ്മയാണ് എന്നെ ഇത്തരത്തിൽ ചിന്തിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നത്. അതായത് അസുഖമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കിടന്നില്ല. ആ സമയത്ത് ആ ഒരു പരിമിതിയിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അസുഖമാണ്, തീരെ വയ്യ, കിടക്കാണ്, പക്ഷെ ആ കിടത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അസുഖം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കിഡ്നിക്ക് ചെറുതായിട്ട് നീരൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം വന്നു. അപ്പോൾ വീണ്ടും 3 മാസം ഞാൻ ലോക്കായി. ആസ്മയൊക്കെ കഴിഞ്ഞ് ഒന്ന് രക്ഷപ്പെട്ട് സ്കൂളൊക്കെ ഇനി കറക്റ്റ് പോവാം എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ വീണ്ടും ലോക്കായി. അതെന്തുവാന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു 3 മാസം ഫുള്ള് റെസ്റ്റ് എന്നുവെച്ചാൽ ബെഡിൽ തന്നെ കൊതുക് വലയൊക്കെ ഇട്ടിട്ട്, തീരെ കൊതുക് അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബെഡിൽ തന്നെ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഞാൻ ആലോചിക്കുന്നത്.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് അവിടെ നിന്ന് ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എനിക്ക് ആ മുരളി ഡോക്ടർ നമ്മുടെ ലതിക ഹോസ്പിറ്റലാണ് കേട്ടോ അഡ്മിറ്റ് ആയത്, ഇവിടെ അടുത്തുള്ള. അപ്പോൾ അവിടുന്ന് മുരളി ഡോക്ടർ എനിക്ക് എഴുതാനുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിച്ചു തന്നു. സാറ് പറഞ്ഞു പോകുന്നതിന് മുന്നേ എനിക്കൊരു കഥ എഴുതി തരണം. അങ്ങനെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ ബെഡിൽ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി ചിത്രങ്ങളൊക്കെ വരച്ച് സാർ എനിക്ക് കുറേ അധികം ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പം ആ ഇരിക്കുന്ന സമയം ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പം നമ്മൾ ചിന്തിക്കുക ഇനിയിപ്പോൾ ഒന്നിനും പറ്റൂല, ഇവിടെ കിടക്കല്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം നെക്സ്റ്റ് ആ ഒരു ഇതില്ലേ, നാളെ ആ ഒരു മൈൻഡാണ് നമ്മളെ എപ്പോഴും മടിയന്മാരാക്കുന്നത്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ചിന്തിക്കേണ്ടത്. അത് ചിന്തിച്ചത് കൊണ്ടായിരിക്കണം എനിക്കിതുപോലെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു സമയം ഒരു സെക്കൻഡ് കിട്ടിയാൽ ആ സെക്കൻഡിൽ നമുക്ക് പ്രയോജനമുള്ള എന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സ്കൂളിലൊന്നും ഇങ്ങനെ നിരന്തരം പോകാൻ പറ്റില്ല. മിക്കവാറും നമുക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് മഴക്കാലം വരിക. അപ്പം എനിക്ക് ഒന്നിൻ്റെയും ബേസ് എനിക്ക് കിട്ടൂല കേട്ടോ. പക്ഷേ ഈ അക്ഷരങ്ങളൊക്കെ എനിക്ക് കിട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗുണപാഠ കഥകളൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം. അപ്പോൾ അതങ്ങനെ എടുത്തു വെക്കും, എവിടെയെങ്കിലും വരുമ്പോൾ അപ്ലൈ ചെയ്യും ഇതൊക്കെ. അപ്പോൾ നമ്മൾ സ്കൂൾ പോകുന്ന സമയത്തും പലപ്പോഴും ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെ അടിസ്ഥാനം അറിയില്ല. അപ്പം ഇങ്ങനെ നോക്കും, എല്ലാവരും ചെയ്യുന്നുണ്ടാവും, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ എങ്ങനെയോ അതെനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്കത് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തോ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇത് പറഞ്ഞു വരുന്നത് ഞാൻ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണ്, അതല്ല കേട്ടോ പറയുന്നേ. ഈ ഒരു കഴിവുണ്ടല്ലോ നമുക്ക് കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പവറായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രകൃതിയോട് അടുക്കാൻ പറ്റുമെങ്കിൽ അടുക്കണം. പ്രകൃതി നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെ നിരീക്ഷിക്കാനുള്ളൊരു മനസ്സ് വേണം. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മളെ സമയങ്ങൾ പരമാവധി വേസ്റ്റ് ആക്കാതിരിക്കുക. നമ്മൾ തൊട്ട് മുന്നിട്ട വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മളെ സമയം ആരോ ഉണ്ടാക്കി വെച്ച കഴിവിന് പിന്നാലെ പോവാതെ നമ്മളായിട്ട് എനിക്ക് എന്ത് കഴിവുണ്ടെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കാം. നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കഴിവായിരിക്കും നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക. അത് അറിയണമെന്നുണ്ടെങ്കിലോ എല്ലാത്തിലും പോയി ചാടി നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഏട്ടനോട് ഒരാൾ പറഞ്ഞൊരു ഡയലോഗാണ്, നമ്മൾ ഒരു കുഴി കാണുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ ആഴം അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. അതിലോട്ട് ഇറങ്ങിയാൽ മാത്രമാണ് അതിന് എത്ര ആഴമുണ്ട്, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാലാണല്ലോ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് എത്ര ഡെപ്ത് ഉണ്ട്, അത് നമുക്ക് പറ്റിയതാണോ ഒഴിവാക്കേണ്ടതാണോ. നമ്മൾ ദൂരെ നിന്നിട്ട് എനിക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ വരണമെന്നില്ല. വരാണ്ടൊന്നല്ല, ചിലർക്ക് വരും ചിലർക്ക് വരൂല. അതാ പറഞ്ഞത്, നമ്മൾ ഇറങ്ങിച്ചില്ല, എല്ലാത്തിലും ഇറങ്ങിച്ചില്ല. നമുക്ക് എന്നുവെച്ചാൽ ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അതാണ് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും, അത് പൊട്ടിച്ച് പുറത്ത് കടന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്തും ഫേസ് ചെയ്യാനുള്ളൊരു, ഞാൻ എന്തിനേയും ഫേസ് ചെയ്യും, എന്തും വന്നോട്ടെ ഞാൻ ഫേസ് ചെയ്യും എന്നൊരു ധൈര്യം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ടാവും എനിക്ക് തയ്യലറിയാം, അതറിയാം, ഇതറിയാം, കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാം. ഇപ്പം ആൺകുട്ടികളാണെങ്കിലും എനിക്ക് ഇന്ന ജോലി അറിയാം എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വരട്ടെ എന്നുള്ള രീതിയിൽ, അതായത് പോയി നോക്കട്ടെ എന്നല്ല, ഏറ്റവും ബെസ്റ്റ് വരട്ടെ അപ്പോൾ നമുക്ക് സെറ്റാക്കാം എന്ന് വിചാരിച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സമയമാണ് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുന്നത്, കൂട്ടത്തിൽ നിങ്ങളെ ആയുസും. അതിന് പകരം അങ്ങോട്ട് ഇറങ്ങിച്ചില്ല, എന്നിട്ട് നമുക്ക് പറ്റുന്നതും പറ്റാത്തതും എല്ലാത്തിലും പോവാം. സംഭവം ഒന്നും അറിയില്ല. ഞാൻ ഈ കാർട്ടൂൺ വരച്ച പോലെ നിങ്ങൾ എല്ലാത്തിലേക്ക് ഇറങ്ങിച്ചില്ല. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടോ എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്, ഇന്ന കാരണം കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ചിന്തിക്കണ്ട. ആയിക്കോട്ടെ, ആ ചെയ്യാൻ പറ്റാത്ത കാരണം ഉണ്ടല്ലോ, അതിനാ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ കാര്യം അവിടെ വെക്കാം. ഇതല്ലാതെ ഈ കാരണം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിക്കാമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. വെച്ചാൽ മോളുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ മോളെ എടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നത്. 24 hours ഓണാക്കിയിട്ടൊരു മെഷീനായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഡെലിവറിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പം മോളെ ഉള്ളത് കൊണ്ട് തന്നെ മോളെ എടുത്തിട്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ നട്ടലിന് പെയിൻ ഉള്ളത് കാരണം എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. ഈ മോളെ വെച്ചുകൊണ്ട് എനിക്ക് കേക്കൊന്നും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അതിൽ വിലപിച്ച് ഇവിടെ ഇരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, അതായത് നമുക്ക് കിട്ടുന്ന കുറേ സമയം ഈ പ്രഗ്നൻസിയിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഈ റെസ്റ്റ് എടുത്ത് കിടന്ന കുറച്ച് സമയം ഉണ്ടായിരുന്നു ബെഡിൽ.
അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എണീക്കുന്ന സമയത്ത് എനിക്കില്ലാത്ത സമയമാണ് ഇപ്പം ഞാൻ കിടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ഫോണിൽ നിരന്തരം കേക്കിൻ്റെ വീഡിയോസ് കണ്ടു. ഈ വീഡിയോ കണ്ട് 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 എനിക്കിത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. പല വീഡിയോസ് കാണുമ്പോഴും അത് ഞാൻ എഴുതിയെടുക്കും, റെസിപ്പിയൊക്കെ എഴുതിയെടുക്കുക. ഇത് ഓരോരോ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് പലതും കിട്ടും. പല വീഡിയോസ് ഒന്ന് മാത്രം കണ്ടാൽ പോരാ, ഒരേ കാര്യത്തിൻ്റെ പല ആളുകളിട്ട വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഐഡിയാസ് വരിക. അപ്പം ഞാൻ ഈ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയം അത്രയും മോളെ 1ാമത്തെ വയസ്സ് വരെയും ഞാൻ ഈ വീഡിയോ ഫോണിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വീഡിയോസ് കണ്ട് 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 എനിക്ക് ഒട്ടും ഹെൽത്തി അല്ലാതിരുന്ന സമയത്ത് പോലും എനിക്ക് മനസ്സിൽ എന്നുവെച്ചാൽ മോളെ 1ാം പിറന്നാൾ എന്ന് പറഞ്ഞത് ഇനി മോൾക്ക് എത്ര ബർത്ത്ഡേ ഉണ്ടെങ്കിലും 1ാം പിറന്നാൾ വരില്ലല്ലോ. അപ്പം അതിൻ്റെ കേക്ക് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് ഞാൻ അന്ന് ആ കേക്ക് ഉണ്ടാക്കിയത് എനിക്ക് ആലോചിക്കുമ്പോൾ അഭിമാനമാണ്. കാരണം അത്രയും വയ്യാതെ കിടന്ന സമയത്ത് ഒരു കേക്കല്ല ഞാൻ ചെയ്തത്, ഒരു ടേബിൾ സെറ്റിൻ്റെ മോഡലാണ്, ഫുൾ കംപ്ലീറ്റ് സെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അത്രയ്ക്കും എല്ലാ ഐറ്റംസും അടങ്ങുന്ന, അതായത് എൻ്റെ ഒരു ലോഞ്ചിങ് പോലെ, ജിത്തൂസ് ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഞ്ചിങ് ആയിട്ട് അത് ആൾക്കാരിലേക്ക് എത്തണം, ഇങ്ങനെയും ചെയ്യാം സംഭവങ്ങൾ, ഒരു ബർത്ത്ഡേ ഇങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ ഒരു ടേബിൾ സെറ്റ് നമ്മളെ ഫുൾ ഐറ്റംസും നമ്മളത് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അത് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതായിരുന്നു എൻ്റെ ഏറ്റവും നല്ല തുടക്കം. അതിൽ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ. അതിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള വയ്യായികയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കയറി കിട്ടാനാണ് പാട്. അപ്പം അതങ്ങനെ ചെയ്തു. പക്ഷേ പിന്നീട് എനിക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അത് അത്രയധികം ഹോർമോൺ ഗുളികകൾ ഞാൻ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ യൂട്രസ് കുറച്ച് പ്രശ്നക്കാരനായിരുന്നു. പക്ഷെ അതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് കുറേ ഹെൽത്ത് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനിങ്ങനെ ഡൗൺ ആയി വരുന്നുണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നെ ഹാപ്പി ആക്കാൻ എനിക്ക് ഇനി എന്തുണ്ട് ഞാൻ തിരയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു മൈൻഡിൽ ഒരു ഇത് വന്നത്, ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി വേണം. അപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് നെറ്റിപ്പട്ടം കൊള്ളാമെന്ന് വിചാരിച്ചു. നെറ്റിപ്പട്ടം അതവിടെ ഇട്ടു. നെറ്റിപ്പട്ടം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് ഞാൻ കാണാത്ത വീഡിയോസ് ഇല്ല. നെറ്റിപ്പട്ടം ഉള്ളത് മുഴുവനും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ കിടന്നിട്ട് ഒരു വീഡിയോ ഒക്കെ കണ്ട് ഏകദേശം സെറ്റായാൽ ഞാൻ ശരിക്കും നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് പോലെ തന്നെ കിടന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പേപ്പർ കട്ട് ചെയ്യുന്നു, അളവെടുക്കുന്നു, ഇത് ചെയ്യുന്നു, ഓരോരോ മുത്തുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നു. ഇതിങ്ങനെ കണ്ട് കണ്ട് അത്രയ്ക്കും മനസ്സുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. എത്രയോ നെറ്റിപ്പട്ടങ്ങൾ ഞാൻ അത് എൻ്റെ മനസ്സിൽ പണിത് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഏട്ടൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടന് സർപ്രൈസ് കൊടുക്കണം. അത് ഏട്ടൻ അറിയരുത് ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത്. ഇത് പഠിക്കുന്നത് പോലും ഏട്ടനെ കേൾക്കാതെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കും. മോളെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ നല്ല ടാസ്ക് കേട്ടോ. വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു മുത്തെടുത്ത് ഇവിടെ ഒട്ടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് മുത്തും ഉണ്ടാവില്ല, എൻ്റെ കുഞ്ഞൂസും ഉണ്ടാവില്ല. അവൾ ഈ മുത്തും കൊണ്ടെല്ലാം പോവും. അപ്പം നമ്മളത് വീണ്ടും തിരിച്ചെടുക്കുക. ക്ഷമ, കുറേ പേര് എന്നോട് വെച്ചിട്ടുണ്ട് നല്ല ക്ഷമ വേണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. എനിക്കിത് തീരണം, കാണണം, ഇത് ആയിക്കഴിഞ്ഞിട്ടുള്ള രൂപം കാണണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് എനിക്ക് അതിലൊരു ക്ഷമേൻ്റെയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ തോന്നിയില്ല. ഞാനിത് ചെയ്യും. എന്നിട്ട് ഉച്ചയ്ക്കായിട്ട് ലഞ്ച് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു വയ്ക്കും, എവിടെ എത്തി, വരാനായോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് മേലെ കൊണ്ടുപോയിട്ട് ബെഡിൻ്റെ മുകളിൽ വെച്ച് വിരിച്ചിട്ടിട്ട് മറച്ചു വെക്കും. മേലേക്ക് അങ്ങനെ ആരും പോകില്ലല്ലോ. അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ഞാനൊരു ദിവസം ഇത് ഫുൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നിവർത്തി കാണിച്ച സമയത്തുള്ള ഏട്ടൻ വിശ്വസിക്കുന്നില്ല ഇത് ഞാൻ ഉണ്ടാക്കിയതാന്നുള്ളത്. വെച്ചാൽ ഇവൾക്ക് എവിടെ നിന്നാണ് സമയം, തീരെ വയ്യാത്തൊരാൾ, എപ്പോഴും ഇങ്ങനെ മേലുവേദന കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ, ഏട്ടൻ കണ്ടിട്ടില്ല ഇത് സാധനങ്ങൾ ഞാൻ എങ്ങനെ വാങ്ങിച്ചു. ഓൺലൈനിലാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അതും വാങ്ങിക്കാനുള്ള പൈസ നമ്മൾ കേക്കിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ. അപ്പോൾ അങ്ങനെ ഏട്ടൻ ഭയങ്കരമായിട്ട് സർപ്രൈസായി. അതാണ് എനിക്ക് എൻ്റെ ആ ഒരു ഡേ, അത്രയും കാലത്തെ ആ ഒരു ഡിപ്രഷൻ അങ്ങോട്ട് മാറി. ഇത് ഉണ്ടാക്കുന്ന വരെ അതിൻ്റെതും അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷവും എല്ലാം കൂടി ആയപ്പോൾ സെറ്റായി. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ ഇത് പിന്നെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. നെറ്റിപ്പട്ടം ഉണ്ടാക്കി കണ്ടപ്പം എല്ലാവർക്കും അന്ന് എനിക്ക് ഫോണിൽ വന്ന മെസ്സേജസ്, അതെനിക്ക് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് അയച്ചപ്പോൾ സ്റ്റാറ്റസ് ഇട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു നെക്സ്റ്റ് ലെവൽ ഇത് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. നമ്മൾ പിന്നെ ആ നെറ്റിപ്പട്ടം ഉണ്ടാക്കി ഫസ്റ്റ് വൺ തന്നെ സെയിലായി. വീണ്ടും ഓർഡർ കിട്ടുന്നു, നമ്മളത് വീണ്ടും ഉണ്ടാക്കുന്നു. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇതിന് സാധാ നെറ്റിപ്പട്ടം പോരാ, ഇതിൽ വെറൈറ്റീസ് കൊണ്ടുവരണം.
അങ്ങനെ ഞാൻ അതും നെറ്റിൽ നോക്കി 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 മരുപ്പി നെറ്റിപ്പട്ടം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വെറൈറ്റീസ് ആയിട്ട് അത് നമ്മളൊരു കാര്യം പഠിച്ചില്ലേ, ഒരറിവ് കിട്ടിയില്ലേ. ആ ഡിപ്രഷൻ വന്ന സമയത്ത് ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് അവിടെ ഇരുന്നില്ലെങ്കിൽ ഇന്നും ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതിന് എനിക്ക് മാറ്റണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അതിനെന്നെ സഹായിച്ചത് ഒരു ഫോണാണ്. ഒരാളെ നന്നാക്കാനും ഒരാളെ വിടക്കാക്കുക എന്ന് പറയുന്നത് ചീത്തയാക്കാനും ഈ ഒരു ഫോൺ കൊണ്ട് സാധിക്കും. അപ്പോൾ ആ നെറ്റിപ്പടത്തിലേക്ക് ഞാൻ കയറി. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആ നമ്മൾ ആ ഉള്ള പരിമിതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. അതിപ്പോഴും എനിക്ക് അതിലേക്കുള്ള വഴിയിലാണ് ഞാൻ. അതിൻ്റെ ഹോംവർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാനൽ അടക്കം എൻ്റെ മനസ്സിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അവിടേക്ക് അത് ഞാൻ റെഡിയാവട്ടെ എന്നിട്ട് പോവാ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നില്ല. ഞാൻ അതിലേക്ക് എത്താൻ വേണ്ടി ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പറയൂലേ ഒരു കോടിയാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ അതിലേക്കുള്ള 1 രൂപ ഞാൻ ഇന്ന് മാറ്റി വെക്കും. ചിലപ്പോൾ തോന്നി ഈ 1 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, പക്ഷെ ആ 1 രൂപയുടെ ആ ഒരു വില അതിനുണ്ട്. അപ്പോൾ അതുപോലെ കുഞ്ഞി കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇനിയിപ്പം പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും വിചാരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവിടേക്കും ഒരു അടി പറ്റി നമ്മളങ്ങ് വീണു പോയി, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കൂലേ, ഓഹോ എന്തെല്ലാം ഡയലോഗായിരുന്നു, എന്തൊക്കെ വർത്താനങ്ങളായിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിക്കൂലേ ഉള്ള ആ ഒരു പേടിയാണ് പലരെയും പിടിച്ചിങ്ങനെ ഇരുത്തുന്നത്. അവർ പറഞ്ഞോട്ടെ, നിങ്ങളിപ്പം അതാണ് ചാൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങുക. ജയിക്കും ജയിക്കൂല രണ്ടും ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടി നിങ്ങൾക്ക് വേണം. ജയിച്ചു കഴിഞ്ഞാൽ സക്സസ് ആയാലുള്ള ആ ഒരു അവസ്ഥ നിങ്ങളെ ലൈഫേ മാറി. അതേസമയം വീണ് പോയി ആയിക്കോട്ടെ, ഞാൻ ഇനിയും ശ്രമിക്കും. അതായത് ഒരു തവണ എനിക്കൊരു അടി കിട്ടി, പക്ഷെ എന്നാലും ഞാൻ ശ്രമിക്കും. അപ്പൊ ഈ നാട്ടുകാർക്ക് എന്ത് പറയാനുണ്ടോ, പറയുമായിരിക്കും, ഓ ഒരു പ്രാവശ്യം കിട്ടിയിട്ട് പഠിച്ചില്ല അതാ പോകുന്നു പിന്നെ. പക്ഷെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നോ, നിങ്ങളെ ഉള്ളില് നിങ്ങളെ തളർത്താതിരുന്നാൽ മതി. നിങ്ങൾ ആ ഒരു ശക്തിയിൽ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ എനിക്ക് ഈ ചാനലിലൂടെ കിട്ടിയിട്ടോ, എല്ലാവരോടും. അപ്പോൾ ഞാൻ അവരോട് പറയാണ്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചിന്തിക്കുക. എനിക്ക് പല കാര്യങ്ങളിലും ഇഷ്ടമുണ്ട്, എനിക്ക് ഇന്നതിലാണ് കഴിവ് എന്നറിയാം, പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റിയ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ അടുത്തത് ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട്, നിങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തതായിരിക്കാം, പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും, ചെയ്യണം നിർബന്ധമായിട്ട്. ആ ഒരു അവസരം വരാൻ വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾക്ക് പറ്റാത്ത കുറേ കാരണങ്ങളുണ്ടാവും, നിങ്ങളെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മളെ മൈൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള ശക്തി പ്രപഞ്ചത്തിൽ മറ്റൊന്നിനുമില്ല. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ശക്തി ആർജിച്ചെടുക്കുക. നിങ്ങൾക്ക് പറ്റും, ഞാൻ മുന്നോട്ട് പോകും, എന്നെ ഈ വലിക്കുന്ന ഒരു ശക്തിക്കും ഞാൻ വിട്ടുകൊടുക്കൂല. അതിനേക്കാൾ അപ്പുറത്താണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആ ഒരു മൈൻഡ്, ആ ഒരു മാഗ്നറ്റ്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിലുമായിട്ട് ഈ ഒരു മനസ്സ് ശക്തി പിടിച്ച് വലിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുക. അതിലേക്ക് എത്താനുള്ള അതായത് വലിയ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. കുഞ്ഞി സ്റ്റെപ്പ്. നമ്മൾ സ്റ്റാച്യു കളിക്കുമ്പം കാണാതെ, അതായത് മുന്നോട്ട് അവിടെ എത്തണം. അപ്പം ഇങ്ങനെ നടന്നു പോകുന്നതല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ആ നിന്നിടത്ത് നിന്ന് കളിച്ചിട്ടുണ്ടാവല്ലോ പണ്ട്, നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചരിച്ച് മുന്നോട്ട് പോകില്ലേ, നമ്മളെ ആള് നോക്കാത്ത സമയത്ത് സ്റ്റാച്യു കളിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, വലിയ കാലെടുത്ത് വെക്കും. പക്ഷെ അത് പറ്റാതിരിക്കുന്ന സമയത്ത്, അയാൾ കാണുന്നുള്ളൊരു സമയത്ത് നമ്മൾ കാലിൻ്റെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ എഴഞ്ഞു പോകില്ലേ മുന്നോട്ട്. അതേപോലെ ആ ഒരു ചെറിയ കാര്യവും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളുണ്ടാവും, അത് ചേർത്ത് വെച്ച് ഒരു ദിവസം അവിടെ എത്തിയാൽ പറ്റും. ഇപ്പം ഞാൻ ഇത്രയും ആരോ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. അതേപോലെ ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിൽ ഇത് എവിടെയെങ്കിലും ഒന്ന് തട്ടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതാ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ലേസി പീപ്പിൾസായിട്ട് ഇരിക്കരുത്, മടി പിടിച്ചിരിക്കരുത്, നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതെന്ത് ചെറുതാണെങ്കിലും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഒരുപാട് പറയും, നമ്മളെ വീഡിയോസൊക്കെ ഭയങ്കര ലെങ്താണ്, എന്നാലും കുഴപ്പമില്ല, കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 45 മിനിറ്റ് 47 മിനിറ്റുള്ള വീഡിയോസ് വരെ എത്ര പേരാണ് മുഴുവനായിട്ട് കണ്ടത്. എനിക്ക് അതൊക്കെ എൻ്റെ വാക്കുകളില്ല, പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ പറഞ്ഞത്, എന്തിനെ പറ്റിയാ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു അനുഭവ കഥകളാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ ഇതിനേക്കാൾ അപ്പുറത്തുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ മുന്നോട്ട് വാ, ഞാനുണ്ട് കൂടെ. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ എന്ത് കണ്ടന്റാ, എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ വരും കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഒരു കഥ പറയാൻ ഞാൻ വരും. ടാറ്റാ.